ഇതൊക്കെ ഭയങ്കര വലിയ ബിൽഡിംഗ് ആയിട്ടൊക്കെ പണ്ട് എടുത്തിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനൊക്കെ കോലം കാണുമ്പോഴാണ് ഇതൊക്കെ വലിയ വലിയ സംഗതികളായിട്ട് പണ്ട് ആ ബിൽഡിംഗ് ഉണ്ടോ, അതൊക്കെ വലിയ പോഷ് ബിൽഡിംഗ് ആയിരുന്നു ഒരു കാലത്ത്. അതൊക്കെ പോയി. ഇവിടെ ഒരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ റോഡിലൊക്കെ ഇതൊരു പഴയ ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. അല്ല ആകെ പൂപ്പിൽ പിടിച്ച് ഒരു പരിവായി. കേസിൽപ്പെട്ടായിരിക്കുള്ളൂ. അങ്ങനെയൊക്കെ കുറേ സംഗതികളും ഇവിടെ കിടപ്പുണ്ട്. ഇങ്ങോട്ടൊരു വഴിയുണ്ട് അതിൻ്റെ അകത്തേക്ക്. ഇവിടെ ബെസ്റ്റ് ബേക്കറി. ഇവിടെ നഗരസഭയുടെ ഓഫീസിൻ്റെ അടുത്തെത്തിയുണ്ട്. എറണാകുളം കൊച്ചിൻ കോർപ്പറേഷൻ. നഗരസഭയല്ല, നഗരസഭ കോർപ്പറേഷൻ. ആ കാണുന്നതാണ് കൊച്ചിൻ കോർപ്പറേഷൻ്റെ ബിൽഡിങ്. അപ്പോൾ ആളുകൾ ബ്ലോക്ക് ചെയ്യില്ല, ആളുകൾ പോയില്ല. അപ്പോൾ അതാണ് തിരക്കാം. അല്ല അവിടെ ഇൻഡോർ സ്റ്റേഡിയം ഒക്കെ ഉണ്ട്. ആ ഭാഗത്ത് ഇൻഡോർ സ്റ്റേഡിയം എന്നുള്ള സാധനമൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ട് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഗിരിനഗറാണെന്ന് തോന്നുന്നു. ഗിരിനഗർ ലെഫ്റ്റിലേക്ക്. ഇവിടെ സഹോദരൻ അയ്യപ്പൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ റോഡ് അറിയപ്പെടുന്നത്. അദ്ദേഹമാണ് ഈ റോഡിന് വേണ്ടി മുൻകൈ എടുത്തതും അത് നിർമ്മിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതുകൊണ്ട് കുറേ പേർ എന്തായാലും ഒരു എളുപ്പ വഴിയാണ് ആ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് എറണാകുളത്തേക്ക് എത്തിച്ചേരാൻ. മിഠായി തുടങ്ങിയിട്ടുണ്ട്. ഇത് കടവന്ത്രയാണ്. കടവന്ത്ര മെട്രോ സ്റ്റേഷന് താഴെ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ സൈക്കിൾ തള്ളിയാണ്, കാരണം അത് പഞ്ചറാണ്. ഒരു തവണ പഞ്ചറായ ഉറപ്പാണല്ലോ. അതൊരു സംശയത്തിൻ്റെ പേരിലാണ് വന്നത്. വീട്ടിൽ വെച്ചൊരു പഞ്ചറല്ല, കാറ്റുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഉണ്ടാകുന്നത് കാറ്റ് പ്രശ്നമായി കാറ്റടിച്ചിട്ട് വന്നതാണ്. പക്ഷെ ഇവിടം വരെ എത്തിയിട്ടാണ്. എന്തായാലും ഇനിയിപ്പോൾ അവിടെ കയറി പഞ്ചർ ഒട്ടിക്കുകയോ ട്യൂബ് മാറ്റുകയോ ചെയ്തിട്ട് പോവാം, അല്ലാതെ നിർത്തിയില്ല. എന്താണ് വല്ലതും കുത്തി കയറി ഇരിക്കണമെന്ന് അറിയണ്ടേ? കുത്തിക്കയറായിരിക്കില്ല. ഓ, എന്തിനാണ് ഇത്ര ഒച്ചയൊക്കെ ഉണ്ടാക്കി വണ്ടികൾ പോകണേ? നമുക്ക് നോക്കാൻ എന്തിനാണ്? ഒരു കാര്യമില്ല സത്യം പറഞ്ഞു. ഇവിടെ ഒരു തോടുണ്ട്. അപ്പുറത്ത് ആ കാണുന്നത് പനമ്പള്ളിയാറാണ് കേട്ടോ. തോടിൻ്റെ അപ്പുറം. പക്ഷേ തോടിൻ്റെ കളറും കാര്യങ്ങളൊക്കെ കാണാൻ പോറാണ്. ശരിക്കും പോകണ്ടേ പൊക്കോ, അല്ലെങ്കിൽ എനിക്ക് ഷൂട്ട് ചെയ്യണം. ഇറക്കണം. ഇവിടെ ഒരു റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്, കണ്ണിമാങ്ങ റെസ്റ്റോറൻറ്റ്, ആക്സിസ് ബാങ്ക്. കാണുന്നത് കണ്ണിമാങ്ങ റെസ്റ്റോറൻറ്റ്. ഒരു മിനിറ്റ്, ഗ്ലാസ്. കണ്ണിമാങ്ങ റെസ്റ്റോറൻറ്റ്, ആ പേര് സ്പെഷ്യലാണ്, അവൻ്റെ അടുത്താണ്. അപ്പോൾ കണ്ണിമാങ്ങ റെസ്റ്റോറൻറ്റിലുള്ളത് ഇന്നത്തെ സ്പെഷ്യൽ, ടുഡേ സ്പെഷ്യൽ നാടൻ കോഴിക്കറി, താറാവ് മപ്പാസ്, ചിക്കൻ, ഫിഷ്, പഴംപൊരിയും ബീഫൊക്കെ ഉണ്ട്. പിന്നെ ഇവർക്കൊരു കോഫി ഷോപ്പുണ്ട് ഇവിടെ.
അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. ഓ തെളിച്ചുണ്ടല്ലേ. ആ അപ്പം എന്തായാലും നമ്മൾ പതിയെ നടക്കുകയാണ്. നോർത്ത് പാലത്താറായിട്ടുണ്ട്. നമുക്ക് ഷിപ്പ്യാർഡിൻ്റെ അവിടെ വരെ നടക്കണം. ഷിപ്പ്യാർഡ് വരെ നടന്ന് പോയാലേ നമുക്ക് പഞ്ചർ ഒട്ടിക്കാൻ പറ്റും. ഇവിടെയൊക്കെ ഉണ്ട് ഷോപ്പിൽ നിന്ന്. ചിലപ്പോൾ അവിടെ ട്യൂബ് ഉണ്ടാവും. ട്യൂബ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ട്യൂബ് മേടിച്ചിട്ടുണ്ട് വരും. പ്രാവശ്യം പഞ്ചറായ പിന്നെ ഒട്ടിക്കാൻ പറ്റാൻ പാടാണ്. ലോങ് ട്രിപ്പ് പോകാൻ പേടിയെന്നാണ് ഇപ്പോൾ. ഇതിൻ്റെ ട്യൂബ് മാറ്റിയിട്ട് പോകണം. അങ്ങനെ ഇത് ഊരി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോർത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ നടക്കേണ്ട ഇവിടെ ഒരു കഫേ ഇറ്റാലിയ കഫേ ഇറ്റാലിയ പോഷായിട്ടുള്ളൊരു ഇതാണ്. ഇവിടെയുണ്ട്. ഇവിടെയൊക്കെ പോഷായിട്ടുള്ള ഷോപ്പുകളുണ്ട്. ബ്രൂവറി അങ്ങനെ തോന്നട്ടാ. പേര് പ്രൊണൗൺസിയേഷൻ ഒന്നും കിട്ടില്ല. അതാണ് ഈ പ്രശ്നം. ബ്രാൻഡ് ചെയ്തിട്ട് ആ പേര് ആളുകളിലേക്ക് എത്തിക്കും. ഇവിടെ ഗ്ലോറിയാൻ കമ്പനിയുടെ ഒരു കാർപ്പറ്റൊക്കെ വെക്കുന്ന ഷോപ്പുണ്ട്. കുക്കുംബ എന്താ സംഭവം? ഹെയർ ആൻഡ് ബ്യൂട്ടി. അതാണ് കുക്കുംബ എന്നൊക്കെയാണ് പേര്. നമുക്ക് ചേട്ടാ പുറയിലോട്ട് നോക്കട്ടാ. എന്താണ് ചേട്ടാ ഇത്? ഒരു മര്യാദ ഇല്ലാത്ത പോലെ. ക്യാമറ ഉണ്ടാവും, അതിൻ്റെ ഒരു കാണിക്കണത്. എന്നാലും ആൾ പോയിട്ട് വേണ്ടി എടുക്കാൻ. റിവേഴ്സ് ചുമ്മാ വന്നെടുക്കണ. ഇവിടെയൊക്കെ ഒരുപാട് ലാപ്ടോപ്പും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഈ ഷോപ്പൊക്കെ ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ? ആ കൂർത്ത ബിൽഡിങ് അതൊക്കെ ഒരു കാലത്ത് പോഷ് ബിൽഡിങ്ങുകളായിരുന്നു. അപ്പോൾ അതിൻ്റെ കോലം കാണുമ്പോൾ ഗ്ലാസ് ഇട്ട ബിൽഡിങ്ങുകൾ എന്നൊക്കെ പറഞ്ഞ് ഇറക്കിയിരുന്നതാണ്. സാംസങ് ഡിജിറ്റൽ മണി. അവിടെ ചെറിന്നല്ലേ ഇതിന്? ചെറു കുട്ടികളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഷോപ്പാണ്. ഇതിൻ്റെ താഴെയുണ്ട് കുട്ടികളുടെ. അത് കുറേ വർഷങ്ങളായിട്ടോ ഈ ബിൽഡിങ്, ഈ ഷോപ്പ് ഇവിടെ ഇഷ്ടം കുറേ വർഷമായി. ഷോപ്പ് ഉണ്ടോ? എൻ്റെ ഫ്രണ്ടിൽ കൂടി പോകാനുണ്ടോ? അപ്പോൾ നമ്മൾ പനമ്പള്ളി നാറിൻ്റെ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ സ്ട്രൈറ്റാണ് നമുക്ക് തിരിച്ച് പോകാൻ പറ്റില്ല. ഇത് പനമ്പള്ളി നാറ് ആ ഭാഗത്തേക്ക്. ഇവിടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എടാ ആ കാണുന്നതാണ് പനമ്പള്ളി നാറ്. അവിടെ വണ്ടി വന്നു കഴിഞ്ഞു പറ്റില്ല. അപ്പോൾ ഇത് മനോരമയുടെ ഓഫീസാണ് കേട്ടോ. പനമ്പള്ളി നാറിലെ മനോരമയുടെ ഓഫീസാണ്. അവൻ ചേറി വരും, അതാണ് പ്രശ്നം. മനോരമ പത്രത്തിൻ്റെ ഓഫീസാണ്. നേരെ ഒരു തരത്തിൽ ഒതുങ്ങാവോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കണം. ഒരു ചെറിയ തട്ടുകടയുണ്ട്. കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷന് ഒരു ഷോപ്പും ഷോപ്പ് എല്ലാം മറ്റേ താഴേക്ക് ഉണ്ട്. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ഇറങ്ങാം. ഇപ്പോൾ വെറുതെ ഇങ്ങനെ
എന്തായാലും നന്നായി. അപ്പോൾ ഒരു പഞ്ചർ കിട്ടിയിട്ടുണ്ട് റാത്ത് വന്നപ്പോൾ. കുറച്ച് ദൂരെയാണെങ്കിൽ നമുക്കത് പിന്നെ എന്തായാലും ഇനി പോകുമ്പോൾ പഞ്ചർ കിറ്റും ട്യൂബൊക്കെ കരുതിയിട്ടേ പോകുള്ളൂ. പമ്പ് എല്ലാം കൂടി ചേർത്തിട്ടേ പോകുള്ളൂ. എപ്പോൾ പണി കിട്ടിയാലും അതൊക്കെ മാറ്റുക, അതാണ് പ്രശ്നം. അവിടെ ബ്ലോക്കാക്കി. അപ്പോൾ ഇതിലെങ്ങനെ പതിയെ നടന്നു പോവാം. ഒരു ആംബുലൻസ് തന്നെ ഉണ്ട്. അത് കേട്ടോ നോർത്ത് ബീച്ച്. സൗത്ത് ഓവർബ്രിഡ്ജിൻ്റെ മോളിൽ കൂടി ഇപ്പം മെട്രോ ഇവിടുന്ന് പാലം ഇത്തിരി അന്ന് ഭയങ്കര പത്രത്തിലൊക്കെ വാർത്ത വന്ന പാലം ചേർന്നു. ഇങ്ങനെ ഈ കർവ് എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ അതിവിടെയാണ് ഏറ്റവും കൂടുതൽ ഇതായിട്ടുള്ളത്. കർവ് പാലം വെക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അടുത്ത ആംബുലൻസ് ഉണ്ട്. മെഡിക്കൽ ട്രസ്റ്റിലേക്ക് അറിയുമോ? ലോറിക്കാരൊക്കെ ഇഷ്ടംപോലെ അറിയണ്ടല്ലോ ഈ സമയമൊക്കെ. KL-12 ഉണ്ടോ ഈ കർവ് പാലേ അന്ന് ഭയങ്കര പത്രത്തിലൊക്കെ ഭയങ്കര ഗംഭീരമായിട്ടൊക്കെ ഇട്ടാണ്. ഇതാണ് എവിടെ നിന്നാണ് തിരിഞ്ഞു പോവും മെട്രോ. നമ്മൾ റെയിൽവേയുടെ ക്രോസ് കടന്ന് അങ്ങ് പോവും. അപ്പോൾ ഓക്കെ. നമ്മളിപ്പോൾ പടിഞ്ഞാറോട്ടാണ് പോയിക്കൊണ്ടിരിക്കണം. അല്ലാത്തത്തോളാണെന്ന് അറിയില്ല. ലൈറ്റിങ് നേരത്തെ ഇരുന്നെങ്കിൽ നല്ല ലൈറ്റിംഗ് ആയിരുന്നു. അവിടെ നിന്ന് ലൈറ്റ് അടിച്ചാൽ കിട്ടില്ല. കത്തുണ്ട് ആണ് ഇടയ്ക്ക് കുലുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്യാം. ബാക്കി പിന്നെ അങ്ങോട്ട് നമ്മുടെ MG റോഡാണ്. ഇപ്പോൾ പൂർണ്ണമായിട്ടും എയർവേ. അപ്പോൾ കുറച്ച് എയർ ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയ സൂചി പഞ്ചറാണ്. സൂചി പഞ്ചറായിരുന്നു ആണ്. റെയിൽവേ ട്രാൻസ്പോർട്ടേഴ്സും ഉണ്ട്. ഇവിടെ അവിടുന്ന് കോഴിക്കോട് മെട്രോ പോകുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ താഴെ സാധാ ട്രെയിനും മുകളിൽ മെട്രോ ട്രെയിനും. സാധാ ട്രെയിൻ താഴെ, മെട്രോ ട്രെയിൻ മുകളിൽ ഉള്ളി. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്നാണ് കയറി വന്നത്. മെട്രോ അങ്ങോട്ട് വളഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ അധികം മഴക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ റെയിൽവേയുടെ ഏരിയയാണ്. അപ്പോൾ എന്നാൽ ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് വലിയ കാഴ്ചകൾ എന്ന് പറയാനായിട്ട് MG റോഡൊക്കെയാണ്. നമുക്ക് വേറെ ഒരു എടുക്കാം. അപ്പോഴേ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ
ഒരു ചെരിഞ്ഞ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞു പോയി നോക്കാം. അല്ലാതെ ഈഫൽ ടവർ പോലെ ചെരിഞ്ഞ് ഈ ലെഫ്റ്റ് സൈഡ് അതിനകത്ത് ബംഗാളികൾ താമസിച്ചിരുന്നു. പക്ഷെ അവരൊക്കെ എന്തായോ എന്തോ. അവിടെ BSNL ഭവൻ, എറണാകുളത്തെ BSNL ഭവൻ നേരെ കാണുന്ന വലിയ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ എന്തോ കാലുപിടിച്ച് മരടിച്ചൊക്കെ ഇരിക്കണം. അപ്പോൾ ഓക്കെ, ഒരു പതിയെ പോവാം. കൈ വയനാട്ട് കുലുമുണ്ട്, അങ്ങനെ ഇറക്കി നടന്നു പോകുന്നുണ്ട്. ശരിയാവില്ല, ഓക്കെയാ അല്ലേ കേട്ടോ. ഇതാണ് നമ്മളെ. അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നത് MG റോഡ്, അയ്യപ്പൻ റോഡ് അവിടെ നിന്ന് തീർന്നു. അവിടെ കാണുന്ന ബിൽഡിങ്ങിലോട് തീർന്നു. ഓക്കെ, ഈ ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ ചെരിഞ്ഞത്. ഒരു നിവർത്തിന്ന് പോണേ ഈ ബിൽഡിംഗ് ആയിരുന്നു. അല്ല എന്ത് ബിൽഡിംഗ് ആണെന്നറിയില്ല, പഴയതായി ചെരിഞ്ഞ് ഒരു നിലം പൊത്താറായിരിക്കായിരുന്നു. അത് നിവർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവർബ്രിഡ്ജ് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ഇവിടെ വളഞ്ഞമ്പലം ദേവീക്ഷേത്രം. ഈ സ്ഥലത്തിൻ്റെ പേര് ഈ വളഞ്ഞമ്പലം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. വളഞ്ഞമ്പലം, അതാണ് വളഞ്ഞമ്പലം ക്ഷേത്രം. അതിപ്പോൾ ദീപാരാധനയാണെന്ന് പറയുന്നത്. ദീപാരാധന ലൈറ്റ് ട്രാക്ക് തെറിച്ച് വെച്ചിട്ടുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് അറിയപ്പെടുന്നത് അങ്ങനെയാണ്, വളഞ്ഞമ്പലം. അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എന്നാലും നമ്മൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ്. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ റോഡ് ഇവിടെ തീർന്നു. ഇനി അങ്ങോട്ട് MG റോഡാണ്. ഇടതുവശിക്ക് പുല്ലപ്പടിയാണെന്നാണ്, നമുക്ക് നോക്കാം. അവിടെ നിന്ന് റൈറ്റിൽ നിന്ന് കയറി വരുന്നുണ്ട്, അത് പുല്ലപ്പടി റോഡാണ്. ആ വളഞ്ഞമ്പലത്തിൻ്റെ അപ്പുറത്തുനിന്ന് റോഡുണ്ട്, അത് പുല്ലപ്പടി റോഡാണ്. അവിടെ നിന്ന് കയറി വരുന്നത് പുല്ലപ്പടി എന്ന് പറഞ്ഞാൽ നമ്മളവിടെ നിന്ന് കച്ചേരിപ്പടിയിൽ നിന്ന് വരുന്ന റോഡ്, കച്ചേരിപ്പടിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വരുന്ന റോഡാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ ഇല, പൊതിച്ചോറ്, എടുവരുക, ചമ്മന്തി ഉണ്ടാവും, മീൻ വറുത്ത ഉണ്ടാവും, തോരൻ, അച്ചാർ, മീൻകറി, മോര്. കൊള്ളാമല്ലേ? 7 രൂപയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, പൊങ്ങിപ്പോയി കേട്ടോ. ഒരു ശേഷിയാണ് ഇത് നടക്കുന്നത്. പൊതിച്ചോറാണ് കേട്ടോ, വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നതാണ് അവർ. ചമ്മന്തി ഉണ്ടാവും, മീൻ വറുത്ത ഉണ്ടാവും, തോരനുണ്ടാവും, അച്ചാറുണ്ടാവും, മീൻകറി, മോര്. 7 രൂപ. കൊള്ളാം, അത്യാവശ്യം ഒരു ഊണ്. പിന്നെ സ്നാക്സ് ഉണ്ട്. അപ്പോൾ സെക്യൂരിറ്റിക്കാരൻ അത് വാങ്ങിക്കൊണ്ട് വേണ്ട, പുള്ളിക്ക് ഇന്ന് രാത്രിയിലേക്കുള്ള ഭക്ഷണമായി. അപ്പോൾ ഓക്കെ. അപ്പോൾ അധികം നാളായിട്ടില്ല ഇവരിവിടെ തുടങ്ങിയിട്ട്, കുറച്ചാളായിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ. ഒരു റെയിൽവേ ക്രോസ് ഉണ്ട്, തേവര ഭാഗം. ഇവിടെ റെയിൽവേയുടെ ബ്ലോക്കാണ്. പുള്ളികൾ നമ്മൾ ചലിച്ചിരിക്കുന്നു. പഞ്ചറൊട്ടിക്ക, വീലൊന്നും അഴിക്കാതെ തന്നെ പഞ്ചറൊട്ടിക്കാവുന്ന സിമ്പിളാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അതിനെന്ത് കയറിയിട്ടുണ്ടെന്ന് പറയണത്, നമുക്കൊന്ന് നോക്കാം. ചില്ലാണോ ഒരു പിടിയില്ല. ഞാൻ
ആ മിക്ക ദിവസങ്ങളും ഒരു 40 കിലോമീറ്റർ ജസ്റ്റ് ഒന്ന് സ്ഥലത്തുനിന്ന്. ഒരു 9 മണിയാവും. 9 മണിയാകുമ്പോൾ തിരിച്ച് കയറും. 6 മണി 5 മണിയാകുമ്പോൾ ഇറങ്ങും. ഇതിപ്പോൾ ഞാൻ ഏറ്റവും ലാസ്റ്റ് എന്ന് പറയാൻ നമ്മൾ മറ്റേ മൂന്നാറിൻ്റെ ചീയപ്പാറ അങ്ങനെ എന്തൊരു സ്ഥലത്തില്ല, അവിടെ അവരെത്തിയിട്ടുണ്ട്. 100 കൂടുതൽ ലോങ് പോകുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ദിവസങ്ങൾ ഒരു 100 കിലോമീറ്ററിൻ്റെ മുകളിൽ ചട്ടും, അല്ലാത്ത ദിവസങ്ങൾ ഒരു 40. എന്തോ ഒരു സാധനമുണ്ട് കുത്തിയെടുക്കാൻ. കുപ്പിച്ചിലോ നീ കുപ്പിച്ചിലാണെന്നല്ലോ ചില്ലാണെന്നുള്ള കിട്ടാൻ പാടായിരിക്കും. എക്സ്പീരിയൻസ് പെട്ടെന്ന് ഒന്ന് നോക്കി, പക്ഷേ അത് പോയി. അത് എന്തോ ചെറിയ അന്നത്തെ കുപ്പിച്ചിൽ തന്നെയാണെന്നോ, അന്നൊരു കുപ്പിച്ചിൽ കിട്ടില്ല, അത് തന്നെ ഇരിക്കും. ഒരു എക്സ്പെർട്ടായതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ വീല അടിക്കേണ്ട ആവശ്യം പോലില്ല. വീല അടിക്കാതെ തന്നെ വെച്ച് എടുക്കുന്ന കാര്യം. പിന്നെ ചാരി വെച്ചിട്ടുണ്ട്, നമ്മൾ കുത്തനെ തിരിച്ചു വെക്കണം മതി. ഓക്കെ, അത് കഴിഞ്ഞു. നേരെ അടിച്ചാൽ അടിച്ചു. ഞാൻ അടിക്കും. കുറച്ചും കൂടി പോയി. മതിയാവുന്നുണ്ടോ? ഓക്കെ, അടിക്കുന്നുണ്ട്. എവിടെയാ? അവിടെയാണോ? ഇരിപ്പുണ്ടാവുമോ? ഉണ്ടാകാൻ സാധ്യതയില്ല തോന്നുന്നു. പോന്നിട്ടുണ്ട്. അത് നേരത്തെ ഒരു പഞ്ചർ ഉണ്ടായിരുന്നില്ല അവിടെ. കുപ്പിച്ചിലായിരുന്നു അതൊന്ന്. അപ്പോൾ അവിടെ ഉണ്ടല്ലോ ഓൾറെഡി. നോക്കാം. അപ്പം ഇങ്ങ് പോന്നിട്ടുണ്ടാവും അല്ലേ? ശരിയാണ്. എനിക്ക് സംശയം വന്നേ പോകുന്നില്ല. അതെ അതെ. ഓക്കെ ഓക്കെ, അത് തന്നെയാണല്ലേ? വാൽറ്റൂരിൻ്റെ അടുത്ത് തന്നെ. ഓക്കെ, താങ്ക് യു. റൈറ്റ് സൈഡിൽ ഇവിടെ കാണുന്ന ആ വീട്ടിലുണ്ടോ, അവിടെയാണ് പഞ്ചർ ഒട്ടിച്ചത്. ഇവിടെ തേവര അവിടെ റെയിൽവേ ക്രോസ് ഉണ്ട്. ഇത്ര നേരം അടഞ്ഞടക്കായിരുന്നു, ഇപ്പോൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെ പോകാതായാലും.
അപ്പോൾ അതാണ് വീട്. ചേട്ടന ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, വീഡിയോ കയറി ഇരിക്കണമെന്ന് പറഞ്ഞത്. നോക്കാം, വിശദമായിട്ടൊന്നും കൂടി നോക്കേണ്ടി വരും. ഓക്കെ.